ആചാരനായിരുന്നില്ലല്ലോ. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ ശ്യാത്മകൾ എൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അതറിയാം. അദ്ദേഹം ഞങ്ങളുടെ മലപ്പുറം ആ ഒരു അവിടെയാണല്ലോ, മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലമായി തന്നെ സംസാരിക്കുകയാണ്. എപ്പോഴൊക്കെ തോന്നിയിരുന്നു എന്തോ ചിലത് കൂടി എഴുതാൻ അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ട് എന്ന്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ വേദനിക്കുകയാണ്. ആ ബാക്കി വെച്ചത് അത് എഴുതാതെയാണ് അദ്ദേഹം യാത്രയിൽ പോയത്. അത് തന്നെയാണ് മലയാളിയുടെ ഏറ്റവും വലിയ നഷ്ടവും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, അവസാന കാലത്ത് അദ്ദേഹം ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത് നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. അധികാരികളുടെ ചെറുതിനെ കുറിച്ചാണ് അദ്ദേഹം ചില കുറച്ച് വാക്കുകളിലൂടെയാണെങ്കിൽ ഏതൊരു പ്രസംഗത്തിൽ അദ്ദേഹം വികാരാധീനനായി സംസാരിച്ചത്. ഒരു വഴികാട്ടിയുടെ ഒരു ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. സാഹിത്യത്തിലൂടെ, തൻ്റെ അക്ഷരങ്ങളിലൂടെ അദ്ദേഹം അതാണ് പങ്കുവച്ചത്. അപ്പോൾ ആ വിയോഗത്തിൽ നമ്മളെ ഏറെ വേദനിക്കുന്നു. എല്ലാത്തിലുള്ള ആദരാഞ്ജലികളുണ്ട്.